അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. സദഖല്ലാഹ്. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നാം അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റജബിലും ഷഅബാനും നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. പുണ്യമായ റമദാനിലേക്ക് അള്ളാഹു തആല ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസമാണ് കടന്നു വരാനിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ റമദാൻ മാസം. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു തആല വേണ്ടതുപോലെ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയമെന്നുള്ളത് കരാർ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കരാർ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം പല ആളുകൾക്കും നാം കൊടുക്കുന്ന ഒരു വാക്ക്, ഞാനത് ചെയ്യാം, അതല്ലെങ്കിൽ ഞാനത് പ്രവർത്തിക്കാം, അതല്ലെങ്കിൽ ഞാനുണ്ട്, ഞാനത് ഏറ്റെടുക്കാം എന്നൊക്കെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാക്ക്, അത് കരാറാണ്. പക്ഷേ ഇന്ന് പല ആളുകളും കരാറ് പൂർത്തിയാക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നത് കാണാൻ സാധിക്കും. നാം ഏറ്റെടുക്കപ്പെട്ട ഉത്തരവാദിത്തം, കരാറുകൾ അത് കൃത്യമായി കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. അത് നമുക്കറിയാം, ഒരു ഇലക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്ഥാനാർത്ഥി വോട്ടുകൾ വന്നുകൊണ്ട് വോട്ടന്വേഷിക്കുമ്പോഴൊക്കെ പല വാഗ്ദാനങ്ങളും അവർ ഓഫർ ചെയ്യാറുണ്ട്. എന്നാൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പറയപ്പെട്ട കാര്യങ്ങളോടൊന്നും യാതൊരുവിധ താല്പര്യം കാണിക്കാത്ത രൂപത്തിലുള്ള ഒരു സിറ്റുവേഷൻ കണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അതൊരു കരാർ ലംഘനമാണ്. അതുപോലെ തന്നെ ഒരു യാത്രയെ സംബന്ധിച്ച് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് ഇന്ന സമയത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സമയം വഴുകുക, അതും കരാർ ലംഘനമാണ്. അങ്ങനെ ഏത് ഒരു വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കരാറ് ലംഘിക്കുക എന്നുള്ളത് അത് മുനാഫിഖിൻ്റെ അടയാളമാണ്. നാം പറയപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായി കൊണ്ട് പുലർത്തേണ്ടതായ ബാധ്യത നമുക്കുണ്ട്. കാരണം മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വഭാവ ഗുണമാണ് കരാർ പൂർത്തീകരണം എന്നുള്ളത്, അവരുടെ വിശേഷണമാണത്. കാരണം അൽ വഫാഉ ബിൽ അഹദി സിഫത്തു മിൻ സിഫാത്തിൽ ഉലമ എന്നാണ്. മഹത്തുക്കളായ ആളുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് കരാർ പൂർത്തിയാക്കുക എന്നുള്ളത്. മാത്രമല്ല വൽ ഖുറമായി എന്നാണ്, മാന്യന്മാരായ ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കരാറുകളൊക്കെ വളരെ കൃത്യമായി കൊണ്ട് പൂർത്തിയാക്കുന്നവരാണ്. മാത്രമല്ല അവരുടെ സ്വഭാവം അത് വളരെ വ്യക്തമായി കൊണ്ട് പുറത്ത് കാണപ്പെടും. എങ്ങനത്തെ ആളുകൾ? അവർ യക്ഷിഫു അൻ സുദ്ഖി സ്വാഹിബി എന്നാണ്. യഥാർത്ഥമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് ആ കരാർ പൂർത്തിയാക്കുന്നതിലൂടെ വെളിവാക്കുന്നത്. മാത്രമല്ല ഈ വഹുവ അസാസുൽ കറാമത്തി എന്നാണ്. വഹു അസാസുൽ കറാമത്തി എന്ന് പറഞ്ഞാൽ മാന്യന്മാരായ ആൾക്കാരുടെ അടിത്തറ, ബേസിക്കായ ഒരു കാര്യമാണ് കരാർ പൂർത്തീകരണം. കാരണം അവരെ വാക്കൊന്നും വേറെ, അല്ലെങ്കിൽ പ്രവർത്തനമൊന്നും വേറെ അല്ല. അവർ എന്താണോ പറഞ്ഞത് അത് കൃത്യമായി കൊണ്ട് ചെയ്യുന്നവരാണ് മാന്യന്മാരും മഹത്തുക്കളും. വാക്കൊന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത ഇരിക്കൽ അത് ഈ മാന്യന്മാർക്കും മഹത്തുക്കൾക്കും യോജിച്ച കാര്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നാം ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ, നാലാൾ കൂടുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നവരാണ്. പല ആളുകൾക്ക് ഞാൻ ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾ വന്നാൽ ഞാൻ ഉണ്ടല്ലോ, ഞാനത് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതൊരു കരാറാണ്. നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതാണത്. മാത്രമല്ല വിജയികളുടെ അടയാളമാണ് എന്ത്? കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്. അമറല്ലാഹു ദാലിക ബിഇബാദി, അവൻ്റെ അടിമയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നൊരു വാക്കാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്താണ് നാം ഇന്ന് ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു
ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറിനെ പൂർത്തിയാക്കണേ സത്യവിശ്വാസികളെ. യാ അയ്യുഹല്ലദീന ആമനൂ, യാ സത്യവിശ്വാസികളെ നിങ്ങൾ കരാറിനെ പൂർത്തിയാക്കണേ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വളരെ ശക്തമായിക്കൊണ്ട് നമ്മൾ താക്കീത് നൽകുന്നത് കരാറ് ലംഘനം കാണിക്കുന്ന ആളുകളോടാണ്. ഒരാൾക്കൊരു പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവധി എത്തിയിട്ടും പൈസ തിരിച്ചു കൊടുക്കാത്ത ആളുകളൊക്കെ എത്രയോ കരാർ ലംഘനമാണ് നടത്തുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തെ കാണുമ്പോൾ മാറി നടക്കുക, അതൊക്കെ എത്രയോ വളരെ മോശപ്പെട്ട നിഫാഖത്തരത്തിൻ്റെ കാര്യങ്ങളാണത്. അപ്പോൾ കൃത്യമായിക്കൊണ്ട് നാം പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്താക്കണം, വളരെ കൃത്യമായിക്കൊണ്ട് നിറവേറ്റാം നാം ബാധ്യസ്ഥനാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം, ചെയ്യാൻ പറ്റുന്നത് പറയാം. എല്ലാം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാതിരുന്നാൽ അത് വലിയ അപകടകരമാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുക, അത് ചെയ്യുകയും ചെയ്യുക. കരാറുകൾ പൂർത്തിയാക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മളെ നാം ബന്ധപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.